ചിലർക്കേ എന്താ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടാണ് നമ്മുടെ നസ്രിയക്ക് ലൈക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാരുടെ അഹങ്കാരം കാണുന്നു. പെൺപിള്ളേർ മുമ്പിൽ നിൽക്കുന്നു, പെൺപിള്ളേരെ കടത്തി വെട്ടാൻ ആരുമില്ല, ദൈവത്തിനേക്കാളും വലിയ മുകളിൽ ആ സ്ഥാനമുള്ള ആൾക്കാരാണ്. പുരുഷന്റെ എല്ലാ വിജയത്തിന് പിന്നിൽ പെണ്ണാണ്. പക്ഷെ ഈ വാദങ്ങളൊക്കെ നമ്മൾ തകർത്തിരിക്കുന്നു. ആൺപിള്ളേർ തന്നെയാണ് ജേതാവ് എന്ന് തെളിയിച്ചു. ആര്? നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരിക്കും. സച്ചിൻ ടെണ്ടുൽക്കർ 2 കോടി ലൈക്സ്. ഇന്ത്യയിൽ ഇത്രയും ലൈക്സ് ഉള്ള വേറെ ആളില്ല. ദീപിക പദുക്കോൺ ഇല്ല, 2 കോടി ആകുന്നതേ ഉള്ളൂ. എടാ ദീപിക പദുക്കോൺ ഒരു സെലിബാണ്. ആയിക്കോട്ടെ, സെലിബ്രിറ്റി പോലും അല്ലാത്ത സച്ചിൻ നോക്ക്, സെലിബ്രിറ്റി അല്ലല്ലോ, എന്നിട്ട് സച്ചിനാണ്. അത് ഞങ്ങൾ വാളെടുത്തല്ലോ, ഞങ്ങൾ വെട്ടിക്കൂട്ടി അരിഞ്ഞു. ഷർഫാവിനോട് പോയിട്ട് ഞാൻ ആരാന്ന് വെച്ചാൽ പിന്നെ എനിക്കറിയാം സവാനല്ലേ എന്ന് പറയും. അതുപോലെ തകർത്ത് അടുക്കി കളഞ്ഞു അല്ലേ. എന്തായാലും മാത്രമല്ല, നമ്മുടെ ഖാൻമാരെയൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മുടെ ദീപിക മുന്നോട്ട് വന്നത്. ദീപികനെ പോലും തകർത്താണ് സച്ചിന്റെ ലൈക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ലൈക്സ് ആണ് അല്ലേ. പക്ഷെ സച്ചിനാണ് നമ്മൾ ആൺകുട്ടികളാണ് താരങ്ങൾ. സച്ചിൻ എന്താണല്ലേ അല്ലേ? ആണ്, അതെ, ആൺകുട്ടികളാണ് താരം, അത്രേ ഉള്ളൂ. കണ്ട, ഒന്നും മിണ്ടാനില്ല. അതുകൊണ്ട് നമുക്ക് ഗോസിപ്പ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഞാനൊരു ഷോപ്പിൽ ചെന്നിട്ടേ അവിടെയുള്ള ആൾക്കാര് ഞാൻ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ലിപ്സ്റ്റിക് വേണം, എനിക്ക് കാജൽ വേണം, എനിക്ക് ഐഷാഡോ വേണം എന്നൊക്കെ പറഞ്ഞപ്പോ അവരൊരു അവിടെ ഇല്ലെന്ന്. ശരിയാണോ ചെയ്തത്? ശരിയല്ല സത്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കൊടുത്താൽ സൗന്ദര്യം വർദ്ധിക്കുന്നവർക്ക് കൊടുത്താൽ പോരെ, അതുകൊണ്ടായിരിക്കും കൊടുക്കാറുണ്ട്. എടാ ഞാൻ അതല്ലേ പറഞ്ഞേ, ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അവിടെ ഉണ്ടോ ഇല്ലേന്ന് നോക്കാനുള്ള ഒരു മാനേഴ്സ് എങ്കിലും കടക്കാരൻ കാണിക്കണം. അല്ലാതെ ചോദിക്കുന്ന പാടെ ഇവിടെ അതൊന്നും ഇല്ല എന്ന് പറയുന്നത് മോശമല്ലേ? എന്നോട് പറയുന്നതൊക്കെ. പക്ഷെ ശ്രുതി ഹാസനെ പോലുള്ള വലിയൊരു സെലിബ്രിറ്റിന്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു. എന്തായാലും സംഭവം എന്താണെന്നറിയോ, ശ്രുതി ഹാസൻ ഒരു മാളിൽ കയറി ചേരുന്നു. മേക്കപ്പിന്റെ ഷോപ്പായിരുന്നു. കയറി ചെന്നിട്ട് പറഞ്ഞു ലിപ്സ്റ്റിക്ക് അത് ഇത് കുറെ ഐറ്റംസ് പറഞ്ഞു. നമുക്കറിയില്ല, നമ്മൾ യൂസ് ചെയ്യാത്ത, നമുക്ക് പേര് അറിയില്ലാത്ത. അപ്പം പെട്ടെന്ന് കടക്കാരൻ പറഞ്ഞു, ശ്രുതി ഹാസനെ നോക്കിയിട്ട് എവിടെ കണ്ടിട്ടുള്ള പോലെയൊക്കെ തോന്നിയെങ്കിലും പുള്ളി പറഞ്ഞു ഇവിടെ ഒരു സാധനമില്ല. പുള്ളിക്കാരത്തി ചൂടായി. പിന്നെ സാധാരണ രീതിയിൽ ഞാനും പലപ്പോഴും ചൂടായിട്ടുണ്ട് പല കാര്യത്തിൽ. കുറെ സാധനങ്ങൾ വെച്ചാൽ ഒരു ഒന്നുമില്ലാന്ന് പറയും. പിന്നെ എന്തിനാണ് തനിത് വെച്ചത്? നല്ല രീതിയിൽ റൈസായി അവരുടെ ദേഷ്യപ്പെട്ടു. താനെന്തിനാ കട വെച്ച് നടക്കുന്നത്? തനിക്ക് കട കൂട്ടി വീട്ടിൽ പോയിരുന്നു. ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി. ആൾക്കാർ ഓടിക്കൂടി. പണി ആർക്കും ആ സുദീസത്തിന് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഇറങ്ങി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഇത് തന്നെയാണ് നമ്മുടെ മാളും ചെയ്തത് കേട്ടോ. എന്തായാലും എന്താണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അല്ല ഇപ്പൊ വേണ്ട, അടുത്തൊരു പാട്ടേക്കാം അല്ലേ. അടുത്തൊരു ഗോസിപ്പ് പറഞ്ഞാൽ അന്നേരം പാട്ടേക്കാം. ഇപ്പം ദാറ്റ്സ് എ ഗോസിപ്പ്. സൂര്യ, എന്തോ ഈ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടോ? കുറെ ഡയലോഗ് കേട്ടിട്ടുണ്ട്. ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? ഏ ഡയലോഗ്? കേറി വാ മക്കളെ, കേറി വാ. ഗോഡ് ഫാദർ എന്നുള്ള മൂവിയിലെ എൻ പിള്ള സംതിങ് ആരോ ചെയ്തൊരു സംതിങ് അല്ല, എൻ പിള്ള വിജയരാഘവന്റെ അച്ഛൻ. പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള അഞ്ഞൂറാൻ എന്നുള്ള റോള് എല്ലാവർക്കും അറിയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ തന്നെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട് ഇടയ്ക്ക്, കേറി വിട മക്കളെ, കേറി വാ. ചുമ്മാ ഒരു രസത്തിന് എങ്ങോട്ടെങ്കിലും കയറി വരട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും സംഭവം അടിപൊളിയാണ്. കാരണം നമുക്ക് ആ റോള് മറക്കാൻ പറ്റില്ല. ഇപ്പം അതുപോലെ തന്നെ മകൻ അടുത്ത് തകർക്കാൻ പോവാണ്. വിജയരാഘവൻ 600 ആവുമെന്നോ എന്റെ പേടി. ഇപ്പൊ എന്തായാലും 3 വ്യത്യസ്ത വേഷങ്ങളാണ് വിജയരാഘവൻ വരുന്നത് പടത്തിനകത്ത്. ദർബോണി എന്നാണ് ഗോപി കുറ്റിക്കോടിന്റെ പുതിയ മൂവിയാണ്. അതിനകത്ത് വേറെ ആരാ ഇത് ചെയ്യാനായിട്ട് മലയാളത്തിൽ പറയത്തക്ക ഒരാള് പട്ടം റഷീദാണ്. കാരണം ഒരുപാട് ഗെറ്റപ്പുകൾ വേറെ പടങ്ങളിൽ. അപ്പം എന്തായാലും 3 ഗെറ്റപ്പിലാണ് വിജയരാഘവൻ വരുന്നത്. സംഭവം അടിപൊളി പടം. കാരണം വിജയരാഘവന്റെ മകൻ തന്നെ അതിന്റെ നായകൻ. കുറെ താരങ്ങളൊക്കെ ഉണ്ട് വേറെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം നല്ല സ്വഭാവ നടനായിട്ടും വില്ലനായിട്ടൊക്കെ വിലസിയ ആളാണ് വിജയരാഘവൻ. അടുത്തത് ഒരു 3 ഗെറ്റപ്പില്, വ്യത്യസ്തമായ 3 ഗെറ്റപ്പില് വരികയാണ്. 600 ആവട്ടെ അല്ലേ? ഈ 600 ആകുന്ന സമയത്ത് നമുക്കൊരു പാട്ടം കണ്ടല്ലോ.
ആവുന്നതിന്റെ സന്തോഷത്തിൽ നമ്മുടെ മലയാളികൾക്ക് സന്തോഷത്തിന് ഒരു സ്പെഷ്യൽ പാട്ട് കണ്ടത് പെട്ടെന്ന് തിരിച്ചു. അപ്പോ നമ്മുടെ ക്യാമലാരി ഗോസിപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് പോകുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. സെബാനും ഉണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ണൊക്കെ നനഞ്ഞിരിക്കുന്നു. അയ്യോ വേണ്ട, എനിക്ക് കണ്ണ് നനഞ്ഞൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഞാനിപ്പോ ഇവിടുന്ന് പോയാലേ പുതിയ ഗോസിപ്പോട് വരാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ നിന്നോളൂ കേട്ടോ. അതെ, ഇങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ ഈ മീനെ കൊണ്ടുവന്നു മീൻകാരി കറക്റ്റ്. എന്തായാലും സംഭവം കൊള്ളാം. ഞങ്ങൾ പോവാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അല്ലേ? അപ്പൊ നമുക്ക് ചാറ്റപ്പാട്ടിന് പോവാം. പറയണോ? പിന്നെ അപ്പൊ നമുക്ക് ഞങ്ങൾ പോവാണ്.